നമസ്കാരം. അനുജ വി എസ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് ജീവിത വിജയം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഓരോരുത്തർക്കും ജീവിത വിജയം എന്നുള്ളത് വ്യത്യസ്തമാണ്. ജീവിതത്തിലുണ്ടാകുന്ന ഓരോരോ പ്രതിസന്ധികളെയൊക്കെ വളരെ ധൈര്യപൂർവ്വം നേരിട്ടുകൊണ്ട് സ്വന്തം ജീവിത വിജയങ്ങളിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. ഞാൻ ഇതിന് മുൻപ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്, ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ മുകളിൽ കാണുന്ന ലിങ്കിൽ പോയിട്ട് ആ വീഡിയോ ഒന്ന് പോയി കണ്ടിട്ട് വരണം. അതിനുശേഷം ബാക്കി കാണുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവുക. അതായത് ഇമോഷണൽ ഇന്റലിജൻസിലെ 3 കാര്യങ്ങളായ സെൽഫ് റെഗുലേഷൻ, സെൽഫ് അവയർനെസ്, അതുപോലെ സോഷ്യൽ സ്കിൽസ്, ഈ 3 കാര്യങ്ങൾ നമ്മുടെ കുട്ടികളിൽ എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. കുഞ്ഞുനാളിൽ മുതലേ ഇത്തരം കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ ചെലുത്തുകയാണെന്നുണ്ടെങ്കിൽ മുതിർന്നു വരുമ്പോഴേക്കും അവർക്ക് അവരുടെ പേഴ്സണാലിറ്റിയിൽ വളരെ വലിയ വ്യത്യാസങ്ങൾ വരുത്താനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ജീവിത വിജയം നേടിയെടുക്കാനായിട്ട് വളരെ പെട്ടെന്ന് സാധിക്കുകയും ചെയ്യും. എന്തൊക്കെയാണ് അതെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് സെൽഫ് അവയർനെസ്, കുട്ടികളിൽ സെൽഫ് അവയർനെസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത്. അതായത് കുട്ടികൾ സ്വയം മനസ്സിലാക്കി എടുക്കുന്നത് എങ്ങനെ അവരെ നമുക്ക് അതിന് സഹായിക്കാൻ പറ്റും. വളരെ ചെറിയ കുട്ടികൾക്ക്, അതായത് ഒരു 4 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങളോട് മാതാപിതാക്കൾക്ക് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവരുടെ ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ, അവരുടെ പേടികൾ, അല്ലെങ്കിൽ അവരുടെ പ്രത്യേകതകളെല്ലാം അവരുടെ മനസ്സിൽ നിന്നുമുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഒരു 5 വയസ്സിന് മുതൽ ഒരു 12 വയസ്സ് വരെയുള്ള പ്രായമുള്ള കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കളിയുണ്ട്. ആ കളികൾ കളിപ്പിക്കുന്നതിലൂടെ കുഞ്ഞുങ്ങളുടെ മനസ്സ് തുറന്ന് അവർ സമ്മതിക്കാനായിട്ട് തുടങ്ങും. അവര് സ്വയം ചിന്തിക്കും എന്താണ് തങ്ങളുടെ പ്രത്യേകതകൾ എന്ന്. കുട്ടികൾ സ്വയം ചിന്തിക്കാൻ, കുട്ടികൾ സെൽഫ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് തുടങ്ങും. കുട്ടികൾ സ്വയം ഒന്ന് വിശകലനം ചെയ്യാൻ, സ്വയം ഒന്ന് അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇവിടെ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു കളി നിങ്ങളെ പരിചയപ്പെടുത്താം. എന്റെ കയ്യിൽ കുറച്ച് കാർഡ്സ് ഉണ്ട്, കണ്ടില്ലേ? ഈ കാർഡ്സില് ഞാൻ അതിൽ ഐ ആം എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഐ ക്യാൻ എഴുതിയിട്ടുണ്ട്, ഐ എൻജോയ് എന്ന് എഴുതിയിട്ടുള്ള കാർഡ് ഉണ്ട്. ഇതിന്റെ കൂടാതെ നമുക്ക് ഇഷ്ടമുള്ള പല കാര്യങ്ങളും എഴുതാം. നമ്മുടെ കളികൾ തുടർന്ന് പോകുന്നതിന്റെ അല്ലെങ്കിൽ കുട്ടികളുടെ പ്രായത്തിനനുസരിച്ച് നമുക്ക് പല കാര്യങ്ങളും എഴുതാം. ഐ ലവ് ടു സ്പെൻഡ് ടൈം അറ്റ് ആൻഡ് ഐ ആം ലേണിംഗ് ടു, ദെൻ ഐ ബിലീവ് തുടങ്ങിയ നിരവധി കാര്യങ്ങൾ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇപ്പൊ കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ച് നിങ്ങൾക്ക് കാർഡുകളുടെ എണ്ണവും കൂട്ടാം. ഇതുപോലെ കാര്യങ്ങൾ എഴുതുന്നതിന്റെ എണ്ണവും കൂട്ടാനായിട്ട് സാധിക്കും. എന്നിട്ട് ഈ കാർഡുകൾ നിങ്ങൾ നിലത്തിട്ടിട്ട് കുട്ടികളോട് അതിന് ചുറ്റും നിൽക്കാനായിട്ട് പറയുക. എന്നിട്ട് ഒരു പാട്ട് എന്തെങ്കിലും പ്ലേ ചെയ്ത് കൊടുത്തിട്ട് കുട്ടികളോട് അതിന് ചുറ്റിനും നടക്കാൻ പറയുക. ആ പാട്ട് അവസാനിക്കുമ്പോൾ കുട്ടികൾ ഏത് കാർഡിന് നേരെയാണോ നിൽക്കുന്നത്, ആ കാർഡിൽ എന്താണോ എഴുതിയിരിക്കുന്നത്, കുട്ടികൾ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. ഉദാഹരണത്തിന് കുട്ടിക്ക് കിട്ടിയത് ഐ ആം എന്നുള്ളൊരു കാർഡാണെങ്കിൽ ഞാൻ എന്നെ കുറിച്ച്, ആ കുട്ടിയെ കുറിച്ച് സ്വയം എന്ത് മനസ്സിലാക്കിയിരിക്കുന്നുള്ളതിനെ കുറിച്ച് ഒരു സെന്റൻസ് പറയാം. അതായത് ആ കുട്ടിയുടെ പേര് പറയാം, അതോടൊപ്പം തന്നെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇതൊക്കെ വളരെ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൂടാതെ കുട്ടികൾക്ക് ഒരു റൗണ്ടിൽ നമ്മൾ കളിക്കുന്ന സമയത്ത് ഒരു റൗണ്ടിലെ പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്ന് അവരോട് പറയാം. അപ്പോൾ ഒരു തവണ അവർ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പറയാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സ്കോർ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കുട്ടികൾ എന്ത് ചെയ്യും? സ്വയം അനലൈസ് ചെയ്യും. എന്തൊക്കെയാണ് ഞാൻ, എന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എന്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്, എന്റെ കഴിവുകൾ എന്തൊക്കെയാണ് എന്നുള്ള ഓരോ കാര്യങ്ങളും കുഞ്ഞുങ്ങൾ അനലൈസ് ചെയ്യാനായിട്ട് തുടങ്ങും. കൂടുതൽ കാര്യങ്ങൾ കുട്ടികൾ സ്വയം ചിന്തിക്കാനായിട്ട് തുടങ്ങും. നമുക്ക് വേണ്ടതും അത് തന്നെയാണ്. കുഞ്ഞുങ്ങളുടെ സെൽഫ് അവയർനെസ് ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടത്, കൂടുതലായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടത്. കുഞ്ഞുങ്ങളെ സ്വയം ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിക്കുക തന്നെയാണ് വേണ്ടത്. അതൊരു വളരെ മികച്ച മെത്തേഡാണ്. ഇനി കൂടാതെ നമുക്ക് സെൽഫ് റെഗുലേഷനുമായി ബന്ധപ്പെട്ട്, അതായത് കുട്ടികൾക്ക് സ്വയം നിയന്ത്രണം നഷ്ടപ്പെടുന്ന പല കുട്ടികളും ഉണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ എന്തെങ്കിലും വാശി പിടിച്ച് നിലത്തി കിടന്ന് ഉരുണ്ട് അലറി വിളിച്ച് കരയുക. ചില കുട്ടികളൊക്കെ ഉണ്ട്, ആരെങ്കിലും കാണുക, അവർ എനിക്ക് അപരിചിതരാണെങ്കിൽ കൂടി അവരുടെ ദേഹത്തേക്ക് വലിഞ്ഞു കയറാനായിട്ട് അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുക. അതല്ലെങ്കിൽ മറ്റു ചില കുട്ടികൾക്ക് കൂട്ടുകാരുടെ കൂടെ തന്നെ ഇരിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ട്, കാരണം അവരുമായിട്ടൊരു സോഷ്യൽ സ്കിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില കുട്ടികൾ കാണിക്കാറുള്ള രീതിയാണ് എന്തെങ്കിലും സാധനങ്ങൾക്ക് നശിപ്പിക്കുക, വലിച്ചെറിയുക, അല്ലെങ്കിൽ തട്ടിപ്പറിക്കുക, സഹോദരങ്ങളുടെ കയ്യിൽ നിന്ന് കളിപ്പാട്ടം തട്ടിപ്പറിച്ച് വാങ്ങിക്കുക, അല്ലെങ്കിൽ സഹോദരങ്ങൾ കളിച്ച് കഴിഞ്ഞിട്ട് അത് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മനോഭാവം കാണിക്കാതിരിക്കുക. സാധാരണ കുട്ടികൾ ചെയ്യാറുള്ളൊരു രീതി തന്നെയാണ്. ഇങ്ങനെ ചില കളികളൊക്കെ കളിപ്പിക്കുന്നതിലൂടെ കുട്ടികളെ ആ രീതിയിൽ നിന്നൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. എന്തൊക്കെയാണ് കളികളെന്ന് നോക്കിയാലോ. സെൽഫ് റെഗുലേഷൻ പഠിപ്പിക്കുന്നതിന് വേണ്ടി കുട്ടികളെ കളിപ്പിക്കാവുന്ന ഒരു കളിയാണ് സ്നേക്ക് ആൻഡ് ലാഡർ, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ പാമ്പും കൂടിയും കളി. എന്താണ് പാമ്പും കൂടിയും കളിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്? 2 പേര് ചേർന്ന് കളിക്കുന്ന കളിയാണ്. അത് ചെയ്യുമ്പോഴത്തേക്കിനും ഡൈസ് ഇടുന്നതനുസരിച്ച് നമുക്ക് ആദ്യം കളിക്കുമ്പോൾ അറിയാം, 1 എന്നൊരക്കം കിട്ടുന്നത് വരെ ഡൈസ് പലതവണ ഇട്ടുകൊണ്ടിരിക്കണം. അപ്പൊ കുട്ടികൾക്ക്
ഒരു തവണ ഇട്ട്, രണ്ടാമത്തെ തവണ ഇട്ട്, മൂന്ന് തവണയൊക്കെ ഇട്ടിട്ടും 1 കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കളി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ എതിരെ ഇരിക്കുന്ന ആൾക്ക് 1 കിട്ടിയ ആൾ മൂവ് ചെയ്ത് തുടങ്ങിയിട്ടും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. സാധാരണഗതിയിൽ കുട്ടികൾക്ക് ഇംപേഷ്യന്റ് ആയി പോകും, കുട്ടികൾക്ക് പേഷ്യൻസ് എന്നുള്ള പറയുന്ന കാര്യം ഇല്ലാണ്ടായി പോകും. അപ്പൊ കുട്ടികൾ കുറച്ച് നെർവസ് ആകും. ചില കുട്ടികളാണെങ്കിൽ പെട്ടെന്ന് എനിക്ക് കളി വേണ്ടാന്ന് പറഞ്ഞിട്ട് എണീറ്റ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്തരം കളികൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതിലൂടെ കുട്ടികളിൽ ചെറിയ രീതിയിൽ നമുക്ക് പേഷ്യൻസ് എന്താണ് കളികളിലൂടെ പേഷ്യൻസ് നമുക്ക് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം അവർക്ക് മനസ്സിലാകുന്ന മറ്റൊരു കാര്യമുണ്ട്, എന്താണ് പാമ്പും കൂടിയും കളിക്കുമ്പോഴത്തെ പ്രത്യേകത, ഏണിയിലൂടെ നമുക്ക് മുകളിലേക്ക് വിജയത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. അതേസമയം നമ്മളുടെ ജീവിതത്തിലുണ്ടാവുന്ന കാര്യങ്ങളുമായിട്ട് നമുക്ക് എപ്പോഴും റിലേറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു പാമ്പിന് അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ജീവിതത്തിൽ ഒന്ന് ഡൗൺ ആവുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ മുകളിലേക്ക് തീർച്ചയായിട്ടും കയറി പോവുകയും ചെയ്യും. അതോടൊപ്പം കുഞ്ഞുങ്ങളിൽ പേഷ്യൻസ് ഉണ്ടാക്കി എടുക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കളിയാണ് കുട്ടികളെ ബാസ്കറ്റ് ബോൾ പരിശീലിപ്പിക്കുക എന്നുള്ളത്. ഇപ്പൊ നമുക്ക് അവൈലബിൾ ആണ്, സാധാരണ കുട്ടികളുടെ ടോയ് സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. ബാസ്കറ്റ് ബോളിന്റെ ആ ബാസ്കറ്റും ബോളും മാത്രമായിട്ട് കിട്ടും. അപ്പൊ അത് ഇട്ട് പരിശീലിപ്പിക്കുക. അത് എറിഞ്ഞ ബാസ്കറ്റിൽ വീഴ്ത്താനായിട്ട് പലതവണ കുഞ്ഞുങ്ങൾ ശ്രമിക്കും. അവർക്ക് കൃത്യമായിട്ട് എപ്പോഴും കിട്ടണമെന്നില്ല. പക്ഷെ ഇടയ്ക്കിടെ കുട്ടികളെ കൊണ്ട് അതൊന്നും പരിശീലിപ്പിക്കുന്നത് അവരിലെ പേഷ്യൻസ് വളർത്തിയെടുക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ മിക്കവാറും എല്ലാ മാതാപിതാക്കളും വളരെയേറെ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ്, കുട്ടികളോട് എന്തെങ്കിലും കാര്യം വേണ്ട എന്ന് പറയുമ്പോഴത്തേക്കും ഇല്ല അവർക്കൂടെ ചെയ്യണം. അവർക്ക് സെൽഫ് കൺട്രോൾ കിട്ടുന്നില്ല എന്നൊരു അവസ്ഥയാണ്. ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു മിഠായി, ഒരു ക്യാൻഡി, കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു പലഹാരം, അവരോട് ഒരെണ്ണം കഴിക്കില്ലെങ്കിൽ 2 എണ്ണം, ഓക്കെ അത് മതി എന്ന് പറഞ്ഞാൽ ഇല്ല അവർക്ക് വേണം, എനിക്ക് ഇനിയും വേണം എന്ന് പറഞ്ഞ ഒരു വാശി പിടിക്കാറുണ്ട്. അത്തരം അവസരങ്ങളിൽ കുഞ്ഞുങ്ങളുടെ ആ ഒരു സെൽഫ് റെഗുലേഷനിൽ സെൽഫ് കൺട്രോൾ ഉണ്ടാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാവുന്ന ചില കളികളുണ്ട്. അതിലൊന്ന് കുട്ടികളുടെ ഗ്രോസ് മോട്ടോർ ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ വേണം അല്ലെങ്കിൽ റിയലി നീഡ് എന്ന് പറയുന്ന ഒരു ആ ഒരു ഏർജ് ഉണ്ടല്ലോ, അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യിപ്പിക്കാനായിട്ട് കുട്ടികളെ പരിശീലിപ്പിക്കാവുന്ന ഒരു കളിയാണ് റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് എന്ന് പറയുന്ന കളി. റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് കളിക്കാനായിട്ട് 2-ൽ കൂടുതൽ കുട്ടികളുള്ളതായിരിക്കും നല്ലത്. അപ്പോ ഒരു കുട്ടി നമ്മുടെ ഒരു ട്രാഫിക് പോലീസുകാരനായിട്ട് മുമ്പിൽ വന്ന് നിൽക്കുന്നു, ബാക്കി കുട്ടികൾ പുറകിലായിട്ട് നിൽക്കുന്നു, കുറച്ച് ദൂരം മാറി പുറകിലായിട്ട് നിൽക്കുന്നു. എന്നിട്ട് മുമ്പിൽ നിൽക്കുന്നയാള് തിരിഞ്ഞു നോക്കാതെ മറ്റുള്ളവർക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് ഗ്രീൻ ലൈറ്റ് എന്ന് പറയുമ്പോൾ പുറകിൽ നിൽക്കുന്ന കുട്ടികൾ മൂവ് ചെയ്ത് തുടങ്ങും. ഒരു വര വരച്ചിട്ട് ആ വരയുടെ അപ്പുറത്താണ് കുട്ടികൾ നിൽക്കുന്നത്. എന്നിട്ട് അവർ മൂവ് ചെയ്ത് തുടങ്ങും. പെട്ടെന്ന് തന്നെ നമ്മുടെ ട്രാഫിക് പോലീസുകാർ റെഡ് ലൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് റെഡ് ലൈറ്റിന്റെ അർത്ഥം? അവിടെ നിൽക്കുക, എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ നിൽക്കുക. ഈ ട്രാഫിക് പോലീസുകാർ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ആരെങ്കിലും മൂവ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആള് വീണ്ടും ആദ്യം നിന്ന സ്ഥലത്ത് തന്നെ ആ വരയുടെ പുറകെ തന്നെ പോയി നിൽക്കേണ്ടി വരും. അങ്ങനെ ഉള്ളൊരു കളിയാണ്. നമ്മൾ റെഡ് ലൈറ്റ് എന്ന് പറഞ്ഞ സമയത്ത് മൂവ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിൽ പോയി നിൽക്കുക, അഥവാ തിരിഞ്ഞു നിന്നിട്ട് ഗ്രീൻ ലൈറ്റ് പറയുന്ന സമയത്ത് മാത്രമേ നമുക്ക് മൂവ് ചെയ്യാനുള്ള അവകാശമുള്ളൂ. ആരെങ്കിലും വന്നിട്ട് ഈ ട്രാഫിക് പോലീസുകാരനെ ഗ്രീൻ ലൈറ്റ് പറയുന്ന സമയത്ത് ഓടി വന്ന് തൊടുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് ഓടി ചെന്നിട്ട് ആളെ പിടിക്കാനുള്ളൊരു തരത്തിലുള്ള ഒരു കളിയാണ്. ഈ കളിയിലൂടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് ഒന്നാമത്തത് ലിസണിങ് സ്കിൽ ഉണ്ടാവുന്നുണ്ട് അവർക്ക്. കൂടാതെ ഒരു ഓർഡർ അല്ലെങ്കിൽ ഒരു കമാൻഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അനുസരിക്കേണ്ടതാണ് എന്നുള്ള ഒരു ബോധ്യം കുഞ്ഞുങ്ങളിലേക്ക് ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ ഗ്രോസ് മോട്ടോർ ആക്ടിവിറ്റിയിൽ വളരെയധികം പ്രയോജനകരമായ ഗുണങ്ങൾ അതിൽ ലഭിക്കുന്നുണ്ട്. അവർക്ക് ആ ഇമ്പൾസ് പെട്ടെന്ന് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം അതിനെ ഫ്രീസ് ചെയ്യാനായിട്ട് അവർ സാധിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് നമുക്ക് കളിക്കാവുന്ന മറ്റൊരു കളി. കുട്ടികൾക്ക് പാട്ട് വെച്ച് കൊടുത്തിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള പാട്ടുകൾ വെച്ച് കൊടുക്കുക, അവരോട് വളരെ ഫാസ്റ്റ് ആയിട്ട് ഡാൻസ് ചെയ്യാൻ പറയുക. പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് പോകുന്ന മ്യൂസിക് നമുക്ക് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ കുട്ടികൾ അവിടെ ഫ്രീസ് ആയിട്ട് നിൽക്കും. പെട്ടെന്ന് നമ്മൾ വളരെ സ്ലോ ആയിട്ടുള്ള ഒരു പാട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ സ്ലോ മോഷനിൽ ഡാൻസ് ചെയ്യും. അങ്ങനെ പാട്ടുകൾ മാറ്റി സ്ലോയും ഫാസ്റ്റും മാറ്റി വെച്ച് കൊടുക്കുക, ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾ ലിസണിങ് കപ്പാസിറ്റി കൂടുന്നു. കൂടാതെ കുട്ടികളുടെ ആ ഗ്രോസ് മോട്ടോർ ആക്ടിവിറ്റി ലെവല് വളരെയധികം ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സെൽഫ് റെഗുലേഷൻ എന്നുള്ള കാര്യം കുഞ്ഞുങ്ങൾ പഠിക്കുക. എങ്ങനെയാണ്, എന്താണോ കമാൻഡ് വരുന്നത് ആ കമാൻഡിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് അവരുടെ ബോഡിയെയും മനസ്സിനെയും അവർ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുക അവിടെ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന ക്ലാപ്പിംഗ് ഗെയിംസുകളുണ്ട്. അതായത് 1 2 1 2 3 1 2 1 2 3 1 2 1 2 3 എന്ന് പറഞ്ഞ് കുട്ടികളെ കൊണ്ട് ക്ലാപ്പിംഗ് പഠിപ്പിക്കാം. സാധാരണ നമ്മൾ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനുള്ള ഭയങ്കര രസമുള്ള കളിയാണ് കേട്ടോ. ഗ്രൂപ്പിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ തീർച്ചയായിട്ടും തെറ്റിക്കും. അപ്പോൾ നമ്മൾ കുട്ടികളെ 2 ടീമായിട്ട് തിരിച്ചിട്ട് കോമ്പറ്റീഷൻ പോലെ ചെയ്യും. ഒരു പാട്ടിൽ ഒരു ഭാഗത്തിരിക്കുന്ന ആളുകൾ തെറ്റിക്കുകയാണെങ്കിൽ മറ്റേ ഭാഗത്തിരിക്കുന്ന ആളുകൾ കൂവാന്നൊക്കെ പറയട്ടെ. ഇതിപ്പോൾ നമ്മൾ വീട്ടിലെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന സമയത്ത് അതൊരു നല്ലൊരു ആക്ടിവിറ്റി ആയിരിക്കും. 1 2 1 2 3 ഇപ്പൊ കൗണ്ട് ചെയ്ത് അവരെ കൊണ്ട് ക്ലാപ്പ് ചെയ്യിപ്പിക്കുക. അവർ തെറ്റിക്കുകയാണെങ്കിൽ പണിഷ്മെന്റ് പോലെ എന്തെങ്കിലും പാട്ട് പാടാനോ ഡാൻസ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കുക. അപ്പോഴും ഒക്കെ കുഞ്ഞുങ്ങളുടെ ഇന്നർ മൈൻഡിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ മനസ്സിലേക്ക് സെൽഫ് റെഗുലേഷൻ എന്ന് പറയുന്ന ഒരു ഇമ്പൾസ് കൂടുതലായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുക ചെയ്യുന്നത്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളിലെ ഷെയറിംഗ് മെന്റാലിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് ചെയ്യാവുന്ന മറ്റൊരു കളിയാണ്
അവർക്ക് എന്തെങ്കിലും കളിപ്പാട്ടങ്ങൾ കളിക്കാനായിട്ട് ഒരാളുടെ കയ്യിൽ കൊടുക്കുക. എന്നിട്ട് ഒരാൾ കളിച്ച് കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യാനായിട്ട് അവരോട് പറയുക, മറ്റേ ആളോട് പറയുക. അവർ എത്ര സമയം കൂടുതൽ വെയിറ്റ് ചെയ്യുന്നോ, വഴക്കുണ്ടാക്കാതെ അവർ വെയിറ്റ് ചെയ്യുന്നു, അപ്പോൾ അത്രയും കൂടുതൽ ടൈം വെയിറ്റ് ചെയ്യുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കാനായിട്ട് പറയാം. അപ്പൊ അവർ തീർച്ചയായിട്ടും സമ്മാനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവർ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആരുടെ കയ്യിൽ നിന്നാണോ ടോയ് കിട്ടുന്നത്, അപ്പോൾ ടോയ് വാങ്ങിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും താങ്ക് യു പറഞ്ഞ് വാങ്ങിക്കാനായിട്ട് അവരെ പരിശീലിപ്പിക്കുക. വെയിറ്റ് ചെയ്യാൻ പേഷ്യൻസോട് കൂടി കുഞ്ഞുങ്ങളെ വെയിറ്റ് ചെയ്യാൻ പഠിപ്പിക്കുകയും ചെയ്യുക, ഗുഡ് മാനേഴ്സ് പഠിപ്പിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് കൂടാതെ മറ്റ് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ സെൽഫ് റെഗുലേഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്ന ഒരു കളിയാണ് നമ്മുടെ കടകളിലൊക്കെ സാധാരണ ബബിൾസ് കിട്ടുമല്ലോ, കുട്ടികൾ ഇങ്ങനെ സോപ്പ് ബബിൾസ് നമ്മൾ ഊതിപ്പിച്ച് വിടുന്നത്. അത് കിട്ടുവാണെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് ഇത് കാണിച്ചു തരാനായിട്ട് അതിപ്പോൾ എൻ്റെ വീട്ടിൽ ഇല്ലാണ്ടായി പോയി, അല്ലെങ്കിൽ അതെനിക്ക് ചെയ്യണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു. അത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങൾ തന്നെ പാരന്റ്സ് ആരെങ്കിലും ബബിൾസ് ഊതി വിടുക. അപ്പൊ കുട്ടികൾക്ക് എന്താണ് ബബിൾസ് കാണുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അത് പോയി പൊട്ടിക്കാനായിട്ട് തോന്നും. അവരോട് പറയും നിങ്ങൾ ധാരാളമായിട്ട് പൊട്ടിച്ചോളൂ എന്ന് പറയുക. ആദ്യത്തെ ഒരു തവണ പൊട്ടിക്കാനായിട്ട് അനുവാദം കൊടുക്കുക. അടുത്ത തവണ നിങ്ങൾ അവരോട് പറയും ഇനി ബബിൾസ് വന്ന് ഇങ്ങനെ പറത്തി വിടും. ബബിൾസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് തൊടാൻ പാടില്ല. നിങ്ങളുടെ മൂക്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ തലയിലോ എവിടെയെങ്കിലും വന്ന് നിന്നിട്ട് അത് തനിയെ പൊട്ടുവാണെങ്കിൽ തനിയെ പൊട്ടിക്കോട്ടെ, പക്ഷെ നിങ്ങൾ അതിൽ തൊടാൻ പാടില്ല എന്ന് പറയുക. അപ്പൊ കുട്ടികൾ വളരെ കൺട്രോൾ ചെയ്ത് നിൽക്കും. കാരണം കുഞ്ഞുങ്ങൾക്ക് ബബിൾസ് അവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് പൊട്ടിക്കാതിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ അറിയാം, ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ വളരെയധികം കഷ്ടപ്പെട്ട് കൈയൊക്കെ ഇങ്ങനെ മുറുക്കി പിടിച്ചുകൊണ്ടിരിക്കും. എനിക്ക് പൊട്ടിക്കണമെന്ന് ആഗ്രഹം കൊണ്ട് കടിച്ചു പിടിച്ചിരിക്കും. അത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. അത് കുഞ്ഞുങ്ങളിൽ സെൽഫ് കൺട്രോൾ ഉണ്ടാക്കാൻ, സെൽഫ് റെഗുലേഷൻ ഉണ്ടാക്കാനായിട്ട് വളരെയധികം നല്ലൊരു ആക്ടിവിറ്റിയാണ്. അതുപോലെ തന്നെ മിക്കവാറും കുട്ടികളിൽ കാണാനുള്ള ഒരു പ്രശ്നമാണ് നഖം കടിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ഗെയിംസ്, സെൽഫ് റെഗുലേഷൻ അല്ലെങ്കിൽ സെൽഫ് കൺട്രോൾ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് പരിശീലിപ്പിക്കുന്നതിലൂടെ കുഞ്ഞുങ്ങളിൽ ഈ നഖം കടിക്കുക എന്ന് പറയുന്ന പ്രശ്നം കൂടി മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും എന്ന് ഈ മേഖലയിൽ റിസർച്ച് നടത്തുന്ന സയന്റിസ്റ്റുകൾ പറയുന്നുണ്ട്. ഇനി സോഷ്യൽ സ്കിൽസ് വർദ്ധിപ്പിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും? അതിനുമുണ്ട് ചില കളികൾ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പേഷ്യൻസ് ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ കുട്ടികൾക്ക് ഷെയറിംഗ് മെന്റാലിറ്റി ഉണ്ടാക്കാനായിട്ട് ബോള് കളിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞില്ലേ, അല്ലെങ്കിൽ ടോയ്സ് ഷെയർ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലേ, അത് സോഷ്യൽ സ്കിൽസ് വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് ഉപകരിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ബബിൾസ് കൊണ്ട് കളിക്കുന്നത്, അതൊരു കുട്ടിക്ക് ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാർ സഹോദരങ്ങൾ ഒരാൾ ചെയ്യുന്നത് കണ്ടാൽ മറ്റേ കൂട്ടുകാർക്ക് എന്തായാലും ചെയ്യണം എന്ന് പറഞ്ഞ ഒരു വാശി പിടിക്കും. ഈ ഒരു ഗെയിം നിങ്ങൾക്ക് സോഷ്യൽ സ്കിൽസ് വർദ്ധിപ്പിക്കാനായിട്ട് ഉപകരിക്കും. കാരണം ഒരു കുട്ടി അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കൃത്യസമയം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു 10 പ്രാവശ്യം ബബിൾസ് വിട്ടതിന് ശേഷം മാത്രമേ സഹോദരൻ അല്ലെങ്കിൽ ഫ്രണ്ടിന് കൊടുക്കൂ എന്നുള്ളൊരു നിബന്ധന വെക്കുക. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനായിട്ട് കുഞ്ഞുങ്ങൾ തയ്യാറാകുക. ഒരാളുടെ ടേൺ കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യാനുള്ള മെന്റാലിറ്റി കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ കൂട്ടുകാർക്ക് കൂടെ കൊടുക്കാനുള്ളതാണ് അല്ലെങ്കിൽ ഷെയർ ചെയ്ത് കളിക്കാനുള്ളതാണ് കളികൾ എന്നുള്ളൊരു മെന്റാലിറ്റി അവരിൽ ഉണ്ടാവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളിൽ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ടീം സ്പിരിറ്റ് എന്നുള്ളത്. നമുക്ക് അതിന് വളരെ രസകരമായിട്ടൊരു കളിയുണ്ട്. ഞാനിവിടെ എൻ്റെ ഒരു ബാസ്കറ്റ് ബോൾ ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ചൊരു കളിയാണിത്. അവരോട് പറയുക ഈ ബാസ്കറ്റ് ബോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ആയിക്കോട്ടെ, ഒബ്ജക്റ്റിന്റെ വലുപ്പം കൂടുന്നതനുസരിച്ച് കളി വളരെ സിമ്പിൾ ആകും. അപ്പോൾ വളരെ ചെറിയ ഒബ്ജക്റ്റുകളാണെന്നുണ്ടെങ്കിൽ വളരെ രസകരമായിരിക്കും, അവർക്ക് കുറച്ച് പാടുമായിരിക്കും കളിക്കാനായിട്ട്. അപ്പോൾ ഈ ബോൾ എടുത്തിട്ട് അവരോട് പറയാം കൈ കൊണ്ട് തൊടാൻ പാടില്ല. അവരുടെ ബോഡി പാർട്ട് കൊണ്ട് അവർ 2 പേര് ചേർന്നിട്ട് ഈ ബോഡി പാർട്ട് എവിടെയെങ്കിലും ബോൾ ഫിക്സ് ചെയ്തിട്ട് മൂവ് ചെയ്യുക. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലം വരെ മൂവ് ചെയ്യാനായിട്ട് അവരോട് ആവശ്യപ്പെടുക. അപ്പൊ അതിൽ നിന്നും അവർ പഠിക്കുന്നത് 2 പേരും ഈഗോയൊക്കെ മാറ്റി വെച്ചിട്ട് 2 പേരും ഒരേ മനസ്സോടുകൂടി പ്രയത്നിച്ചാൽ മാത്രമേ അവർക്ക് കൃത്യമായിട്ട് അവരുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഇത് കുഞ്ഞുങ്ങളെ ടീം സ്പിരിറ്റ് പഠിപ്പിക്കാനായിട്ട്, ടീം ബിൽഡിംഗ് പഠിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കപ്പാസിറ്റിയെ കൂടി മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിനായിട്ടൊക്കെ പരിശീലിപ്പിക്കുന്നതിനായിട്ട് വളരെയധികം നല്ലൊരു സ്കില്ലാണ്. ചില കുട്ടികളുണ്ട്, അവർക്ക് കൂട്ടുകാരുമായിട്ട് ഇടപഴകാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും, കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള കുഞ്ഞുങ്ങള്. അപ്പൊ അത്തരം കുട്ടികൾക്കൊക്കെ കൂട്ടുകാരുമായിട്ട് കൂടുതലായിട്ട് അടുത്ത് ഇടപഴകാനും കളിക്കുവാനും ആയിട്ടൊക്കെ താല്പര്യം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇത്തരത്തിൽ സോഷ്യൽ സ്കിൽസ് വളർത്തുവാനുള്ള ഈ കളികൾ കൊണ്ട് സാധിക്കും. ഇങ്ങനെ കുഞ്ഞുങ്ങളിലെ ടീം സ്പിരിറ്റ് എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളിലെ ഗ്രോസ് മോട്ടോർ ആക്ടിവിറ്റീസ് ഡെവലപ്പ് ചെയ്യുക, അവരുടെ ലിസണിങ് കപ്പാസിറ്റി, അവരുടെ പേഷ്യൻസ് വർദ്ധിപ്പിക്കുക. അങ്ങനെ അനവധി ആക്ടിവിറ്റീസിലൂടെ കുഞ്ഞുങ്ങൾക്ക് ഇത്രയും പെട്ടെന്ന് അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് ഇത്തരം ഗെയിംസുകൾ അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതിനോട്ട് സാധിക്കും. കുട്ടികളുമായി ബന്ധപ്പെട്ട റിസർച്ചുകൾ നടത്തുന്ന ആളുകൾ പറയുന്നത് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഓരോ ദിവസം അരമണിക്കൂർ വീതമെങ്കിലും ചെയ്യിപ്പിക്കുന്നത് അവരുടെ ഇമോഷണൽ ഇന്റലിജൻസിന്റെ തോത് വർദ്ധിപ്പിക്കുന്നതിനായിട്ടും അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളെ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തുവാനായിട്ടുള്ള എല്ലാ പ്രതിസന്ധികളും നേരിടാനായിട്ടുള്ള ഒരു മനക്കരുത്ത് കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുന്നതിനായിട്ടും സാധിക്കുമെന്ന് തന്നെയാണ്.
ഇങ്ങനെ സെൽഫ് അവയർനെസ്, സെൽഫ് റെഗുലേഷൻ, അതോടൊപ്പം സോഷ്യൽ സ്കിൽസ് എന്ന മേഖലകളിലെല്ലാം പ്രാഗൽഭ്യം നേടിക്കൊണ്ട് നമ്മളുടെ ഓരോ കുഞ്ഞുങ്ങളും വളരെ മികച്ച വ്യക്തിത്വത്തോടു കൂടി വളർന്നു വരാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എന്റെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. അതോടൊപ്പം തന്നെ ഒരു ബെൽ ഐക്കൺ കൂടി അവിടെ വരുന്നുണ്ടാകും. ആ ബെൽ ഐക്കൺ കൂടി അമർത്തുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും ഷെയർ ചെയ്യുക. വളരെയധികം നന്ദി.